ഹൗ, അങ്ങനെ ഒരാളെ പറ്റിച്ചു. ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിയാ? ഓക്കെ, തുടങ്ങാം. നീ എന്ത് പറഞ്ഞടി മൂദേവി? അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. ചുരുട്ടി കൂട്ടിക്കളയും ഞാൻ. അടങ്ങിയിരുന്നോളണം. പിന്നെ ഈ വീട്ടിൽ ആര് പറയുന്ന നടക്കാന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഒരു ഉപകാരമില്ലാത്ത സാധനം. നീയാ ഉപകാരമില്ലാത്ത സാധനം. എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? എടാ വഴക്കുണ്ടാക്കാതെ കളിക്കടാ. അയ്യോ, വഴക്കുണ്ടാക്കിയതല്ല, ഞങ്ങളെ അച്ഛനും അമ്മയും കളിച്ചതാ. സാർ, കഴിക്കാൻ എന്താ വേണ്ടത്? മട്ടൻ കട്ട്ലറ്റ് എടുത്തോളൂ. ഏയ്, പൂച്ചയൊന്നും ചെയ്യണ്ട. മട്ടനാണ് വേണ്ടത്. മട്ടൻ കട്ട്ലറ്റ്. അമ്മേ, അതെന്തിനാ അയാൾ ഓടിയത്? പാവം, അയാള് വിചാരിച്ചു പൂച്ച ഇറച്ചി കൊണ്ടാ ഇവിടെ മട്ടൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അല്ല രാഘവ, ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന് കേട്ടല്ലോ. നീ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അലമാറ തുറക്കുന്നത് കണ്ടപ്പോ ഭാര്യയല്ലേ ആദ്യം ഉണർന്നത്. എന്നിട്ട് എന്തുണ്ടായി? അവൾ ഒച്ച വെച്ചു. കള്ളനും അവളും തമ്മിൽ പിടിയും വലിയായി. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? എടോ, എഴുന്നേറ്റ് ചെന്ന് 4 എണ്ണം പൊട്ടിച്ചൂടായിരുന്നോ? അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. കള്ളൻ ഒറ്റയ്ക്ക് തന്നെ ചേച്ചിയെ അടിച്ചു നിർത്തി. അല്ലേ ചേട്ടാ? അല്ല, ചേട്ടന്റെ മോനിപ്പം എവിടെയാ? കുറച്ചായാലോ കണ്ടിട്ട്. അവനിപ്പോ വലിയ ഉദ്യോഗക്കാരനാ. എന്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ. അവന് ഭയങ്കര ബുദ്ധിയാ. അതെങ്ങനെയാ? എന്റെ ബുദ്ധിയല്ലേ അവന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാവും ചേട്ടന് തീരെ ബുദ്ധിയില്ലാത്തത്. അല്ല, ഗോപാലൻ ചേട്ടൻ ഇന്നലെ പൂസിലായിരുന്നല്ലോ. ആരായിരുന്നു കമ്പനി? ഇന്നലെ ഞാൻ വളരെ മോശം കൂട്ടുകെട്ടിലായിപ്പോയടാ ടിന്റുമോനെ. അതാ പൂസായിപ്പോയത്. എന്റെ ഭാര്യ മെലിയാനുള്ള മരുന്ന് കുടിച്ചു. എന്നിട്ട് എന്തായി? മെലിഞ്ഞോ? പിന്നെ ദിനം പ്രതിയല്ലേ മെലിഞ്ഞു വന്നത്. മെലിഞ്ഞു കഴിഞ്ഞ ആഴ്ച അവളെ കാണാണ്ടായി. അല്ല, ആരിത്? സാഹിത്യം സോമേട്ടനോ? വരൂ, ഇരിക്കൂ. എടാ മോനെ, ഞാനൊരു ഭയങ്കരമായ രചനയിലായിരുന്നു. അതായത് എന്റെ ആത്മകഥ. ആത്മഹത്യയോ? ആത്മഹത്യയല്ലടാ, ആത്മകഥ. അതിനൊക്കെ ഇനിയും സമയമില്ലേ ചേട്ടാ? എടാ, ആളുകൾ ആത്മകഥ എഴുതുന്നത് പ്രായമാവുമ്പോഴാ. അതെന്തിനാന്നറിയാമോ? ഓ, അതൊക്കെ എനിക്കറിയാം. ആരെ പറ്റിയോ എന്ത് പുണ്ണാക്കും എഴുതാം. ചാവാറായ പ്രായമായതുകൊണ്ട് ആരും തല്ലാൻ വരും. എന്നാലേ ഞാനൊരു വ്യത്യസ്തതയ്ക്ക് ശ്രമിക്കുകയാണ്. അതായത് എൻ്റെ ആത്മകഥ എൻ്റെ മരണശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അത്രയ്ക്ക് ഞെട്ടിക്കുന്ന സംഗതികളാവും അതിലുണ്ടാവുക. അതുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് മരണശേഷം മതി എന്ന് വെച്ചത്. ഹോ, എനിക്കത് വായിക്കാൻ ധൃതിയായി. ഹായ്, നല്ല രസമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ. രണ്ടാൾക്കും കയ്യാമ്മ വെച്ചിരിക്കുന്നല്ലോ. രണ്ടുപേരും ചേർന്ന് ആ കുറ്റം ചെയ്തത്. ഓടിപ്പോവാതിരിക്കാനാ ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? ഈ കള്ളനെ പേടിച്ച് ഈ പോലീസ് ഓടിപ്പോവാതിരിക്കാൻ SI സാറ് ചെയ്തതാവും. ഒന്ന് പോടാ. ഇവൻ ആരാണെന്നറിയാമോ? ഉടുമ്പ് വാസു. ഒരു പഴുത് കിട്ടിയാൽ മതി, ഊർന്നു പോയി കളയും. അങ്ങനെ പോവാതിരിക്കാനാ എൻ്റെ കയ്യും ചേർത്ത് ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്. സാറിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ എനിക്കൊരു വിഷമം. ഇതങ്ങ് അഴിച്ചു കളഞ്ഞേക്ക് സാറേ. ഞാൻ എങ്ങും ഓടിപ്പോവില്ല. അടങ്ങി നിന്നോണം, ഇടിച്ചു നിര കൂമ്പിയാൻ പാട്ടു. ഓ, അത് പണ്ടേ വാടിയതാ, ഇപ്പൊ കരിഞ്ഞു കാണും. വെറുതെ അല്ല ഒരു കരിഞ്ഞ മണ. സാറേ, ഏതാ ഈ പയ്യൻ? ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞു വിട് സാറേ. വേണ്ട, ഇവനെപ്പോലുള്ള പുതിയ തലമുറ നിന്നെപ്പോലുള്ള പെരുങ്കള്ളന്മാരെ കണ്ടു പഠിക്കണം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തെറ്റിദ്ധരിക്കല്ലേ? ഈ കള്ളന്മാരെ ഇങ്ങനെ കയ്യാമം വെച്ച് നാണം കെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടാലെങ്കിലും നിന്നെപ്പോലുള്ളവന്മാര് കുറ്റം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സാറേ ഇവൻ ചെയ്ത കുറ്റം? 5 പിടിച്ചു പറയും. ഒരു ജ്വല്ലറി മോഷണം, 2 വീട് കൊള്ള, 3 ഷോപ്പ് കവർച്ച. ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തത് ഒരാഴ്ചക്കകമാണെന്ന് ഓർക്കണം. ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ സാറേ. ഇത്ര തന്നെ ഒപ്പിച്ചത് ഇവനായിട്ടാ. താങ്ക് യു മോനെ. ചുരുങ്ങിയത് 5 വർഷം ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ഇവൻ ചെയ്തത്. ഞാൻ ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ചേട്ടനൊരു മഹാ സംഭവം തന്നെ. എങ്ങനെ കിട്ടി ഇത്രയും ബുദ്ധി? പറയാം. ഞാൻ എന്നും കാലത്ത് 4:30 മണിക്ക് ഉണരും. 5:30 വരെ വ്യായാമം, 1/2 മണിക്കൂർ വിശ്രമം, 6 മണിക്ക് കുളിക്കും, 6:30ക്ക് പത്രം വായന, 7:30 മണിക്ക് പ്രാതല് കഴിച്ച് വേഷം മാറി കൃത്യം 8:30 മണിക്ക് ഞാൻ സ്റ്റേഷനിലേക്ക് പോകും. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരും.
അത്യാവശ്യം വീട്ടുജോലിയിൽ ഭാര്യയെ സഹായിച്ച് അരമണിക്കൂർ ടി വി കാണും. കൃത്യം 8:30 മണിക്ക് കിടക്കും. ചിട്ടയായ ജീവിതം. കഴിഞ്ഞ 10 വർഷമായി ഇതാണെന്റെ ജീവിതം. 10 വർഷം. കഷ്ടം, ഇയാൾക്ക് 5 വർഷമേ 10 വർഷം കിട്ടാൻ മാത്രം പോലീസ് ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ?